ഹായ് ഫ്രണ്ട്സ്, അസ്സാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നല്ലൊരു കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. കുമ്പളങ്ങ ചിക്കനും വെച്ചിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഒരു കുമ്പളങ്ങൊക്കെ എടുത്തിട്ട് വേണ്ടതിന് വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ ഉണ്ടായത് തന്നെയാണ്. അപ്പോൾ അതിനൊരു കഷ്ണം എടുക്കട്ടെ കേട്ടോ, ചെറിയ കഷ്ണം മതി. അപ്പോൾ എടുത്തതാ അതുപോലത്തെ കുമ്പളങ്ങ തന്നെ ഉണ്ടെങ്കിൽ എടുക്കാൻ നോക്കട്ടോ. നല്ല ഇറച്ചിയുള്ള സൈസാണ്, നല്ല കഴമ്പുണ്ട് ഇറച്ചി എന്നുള്ളത്. പിന്നെ ഇത് ബോൺലെസ് ചിക്കനാണ് കേട്ടോ. ഇതൊരു 1.25 കപ്പ് 1.5 കപ്പിൻ്റെ അടുത്തുണ്ട് കേട്ടോ. അതേ അളവിൽ തന്നെ കുമ്പളങ്ങി എടുത്ത്, പിന്നെ ഇത് 2 സവാള കേട്ടോ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, 2 തക്കാളി, 3 പച്ചമുളക്, പിന്നെ പൊടികളൊക്കെ കേട്ടോ, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് കത്തിച്ച് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ സവാളയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടാ ഒന്ന് കുറച്ച് നേരം ഒന്നുണ്ട് ഇളക്കി ഒന്നുണ്ട് വാടി വരട്ടെ. പിന്നെ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയും ചുവന്ന മുളകും കൂടി ചതച്ച് വെച്ചതിൻ്റെ അടുത്തുണ്ടായിരുന്നു, അതാണ് ഇട്ട് കൊടുത്തത്. അല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 8-10 അല്ലി വെളുത്തുള്ളി ഇട്ട് ചതച്ചതൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ചുവന്ന മുളക് ഇട്ട് വെച്ചിട്ട് കുഴപ്പമില്ല, നമുക്ക് മുളക് പൊടി അതിനനുസരിച്ച് എരിവിനനുസരിച്ച് കുറച്ചാൽ മതി. അപ്പോൾ അങ്ങനെ 2 തക്കാളി മുറിച്ച് അത് ഇട്ട് കൊടുത്ത് സവാള ഒന്നുകൊണ്ട് വാടിയതിന് ശേഷം ഇനി തക്കാളി ഇട്ട് ഒന്നുകൊണ്ട് വാട്ടിയെടുക്കട്ടെ കേട്ടോ. തക്കാളി ഒന്ന് വാടി വരാൻ വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഉപ്പ് നമുക്ക് കറിയൊക്കെ പിന്നെ വേണമെങ്കിൽ ആവശ്യത്തിന് പിന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ പിന്നെ ഇത് പൊടികൾ ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി 1 ടീസ്പൂണ്, പിന്നെ 1 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടാ. മുളക് പൊടി എരിവിനനുസരിച്ച് കൂട്ട് കുറക്കൊക്കെ ചെയ്യാം. പിന്നെ അതിൻ്റെ പച്ചമണം മാറി വന്ന് കറിവേപ്പില ഇട്ട് കൊടുത്ത് പിന്നെ കുമ്പളം ചിക്കനും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്ത് പിന്നെ ഇതിലേക്ക് വേവാനുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടോ. കുമ്പളം തക്കാളിയും ചിക്കനൊക്കെ വേവണമല്ലോ. ബോൺലെസ് ചിക്കനാണ് കേട്ടോ, ഇറച്ചി കട്ട മാത്രമാണ് കേട്ടോ. അത് എടുത്തിട്ട് കുമ്പളങ്ങ അതുപോലെ തന്നെ. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്ത് അത് നന്നായി ഇളക്കി യോജിപ്പിച്ച് വെള്ളം ഒഴിച്ച് മൂടി വെച്ചിട്ട് നമുക്ക് ഇനി വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇളക്കി നോക്കിയിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ അത് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ചിക്കന് വേഗം വേവുമല്ലോ. കുമ്പളങ്ങയും വെന്ത് രണ്ടും വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. ഒരു 3/4 കപ്പ് തേങ്ങാപ്പാലുണ്ട്, അതിൻ്റെ കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ എടുക്കുക. നമുക്ക് എത്ര കറിക്ക് വേണ്ടത് അതിനനുസരിച്ചൊക്കെ എടുക്കാം കേട്ടോ. 1/2 കപ്പാണെങ്കിൽ അത് മതി. വെള്ളം കൂടാതിരിക്കാൻ നോക്കുക. അങ്ങനെ അത് ഒഴിച്ച് കൊടുത്ത് ഒന്നിങ്ങോട്ട് ചൂടായാൽ മതി കേട്ടോ. കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒന്നുണ്ട് ചൂടായതിന് ശേഷം ഇതാ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടാണ്. ഇത് അത്യാവശ്യം കട്ടിയൊക്കെ ആയിട്ടുണ്ട്. എന്നാൽ ശരി, ബൈ, അസ്സലാമു അലൈക്കും.